ഓ അടി അടി ഏതാണ്ട് ചെയ്തു. മാരകമാണ്. അവൻ അതടിച്ചിട്ട് ഇതടിച്ചിട്ട് അവൻ പറയുന്നത് മുടി വളർത്തി താടി വളർത്തി അപ്പോൾ കഞ്ചാവായി. എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി എനിക്ക് ഇത്ര ഉള്ളതെന്നൊക്കെ പറയുന്ന കുറേ സീനൊക്കെ ഉണ്ട്. ഇതിലും കൂടുതൽ തെറി എന്ന് പറയുന്നത് നമ്മുടെ സിനിമകളിലുണ്ട്. നോൺ വെയിലബിളോ അല്ല വെയിലബിളോ അല്ല നോൺ വെയിലബിളോ അല്ല. ഈ പെട്ടെന്ന് കൺഫ്യൂഷൻ ആകുന്നു. പിന്നെ കുറേ ദിവസമായിട്ട് ഇത് തന്നെ കേട്ട് 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 ഏതാ എന്താണെന്നൊന്നും മനസ്സിലാകുന്നത്. ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ വാർത്ത വ്യാജമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പോലീസ് എന്നോട് പറഞ്ഞ സമയത്ത് തന്നെയാണ് ഞാനവിടെ എത്തിയിട്ടുള്ളത്. നല്ലത് അതും ഇപ്പോൾ ഇത് അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിരിക്കും. അജു അലക്സ് എന്നു പേരുള്ള ചെകുത്താൻ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ചെകുത്താൻ ഇപ്പോൾ അറസ്റ്റിലായതും അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ലാലേട്ടന് മോഹൻലാൽ ഇപ്പോൾ ആ വയനാട് ദുരന്തത്തിൽ ആ പട്ടാള വേഷത്തിൽ വന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ അജു അലക്സ് എന്ന ചെകുത്താൻ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അത് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആളിനങ്ങോട്ട് അധിക്ഷേപിച്ചും കൊണ്ടും, അതായത് ലാലേട്ടനെയും പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ ഇട്ട് വന്ന യൂണിഫോമിനെയും മൊത്തത്തിലൊക്കെയാണ് അധിക്ഷേപിച്ചിട്ടാണ് നമ്മളെ ഈ ചെകുത്താൻ എന്ത് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ വന്നത്. ഇപ്പോൾ ഈ ചെകുത്താൻ എന്ന് പറയുന്ന ആളിപ്പോൾ ലാലേട്ടനെ ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിനെ ഇന്നലെ നല്ല ഇപ്പോൾ ഇതിങ്ങനെ അധിക്ഷേപിച്ചും കൊണ്ടും അതേമാതിരി ഇങ്ങനെ വിമർശിച്ചും കൊണ്ടൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിരുന്നത് കൊല്ലങ്ങൾ ഒരുപാട് അയക്കണു. ഒരുപാട് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇപ്പോൾ സിനിമ ഇറങ്ങിയാണെങ്കിലും ആ സിനിമയൊന്നും ചിലപ്പോൾ കാണാതൊക്കെയാണ് ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ വിമർശിക്കുന്നതും. മോഹൻലാൽ എന്ന് പറയുന്ന ആൾ അത്ര നല്ല അഭിനയമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ വന്നാലും അതല്ലെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ ഒരു പൊതുവേദിയിൽ ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലും അതിനെതിരായിട്ടും അങ്ങനെ പല കാര്യങ്ങളും ഇൻ്റർവ്യൂവിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ വല്ല സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ലാലേട്ടൻ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടണോ അല്ലെങ്കിൽ ലാലേട്ടൻ എവിടെയൊക്കെ കാണണോ ആ കാണുന്നതിനൊക്കെ എതിരായിട്ടൊക്കെ എന്താണ് ഈ അജു അലക്സ് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ലാലേട്ടനെ പരമാവധി എത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റുമോ അത്രയും തരം താഴ്ത്തിയിട്ടാണ് ഈ ചെകുത്താൻ സംസാരിക്കുന്നത്. അങ്ങനെ പലപ്പോഴായിട്ട് ലാലേട്ടൻ ഇങ്ങനെ വേട്ടയാടി കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു വയനാട് ദുരന്തം വന്നത്. ഈ വയനാട് ദുരന്തത്തിൽ എന്ത് ചെയ്തിരിക്കണു, ലാലേട്ടൻ്റെ ഒരു കേണൽ പദവിയാണല്ലോ. അപ്പോൾ ആ പട്ടാള വേഷത്തിൽ ലാലേട്ടൻ എന്ത് ചെയ്തു, ഒരു ഇന്ത്യയിലുള്ള ഒരു അതായത് ഇപ്പോൾ ഒരു നടൻ എന്നുള്ളതിനേക്കാളും ഉപരി ഒരു രാജ്യസ്നേഹി എന്നുള്ളതും പിന്നെ ഒരു പട്ടാളക്കാരനാണ് എന്നുള്ളതിലും ഒക്കെ ആയിട്ടാണ് ലാലേട്ടൻ ആ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ആ ദുരന്ത മുഖത്തേക്ക് വന്നത്. പക്ഷേ ആ വന്നതിന് ശേഷം ലാലേട്ടൻ എന്തിന് ആ യൂണിഫോം ഇട്ടു, ലാലേട്ടൻ എന്തിന് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ അടിയിൽ കൂടി വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കലും അതേമാതിരി വീഡിയോ എടുക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപിച്ചും കൊണ്ടാണ് ഈ അജു അലക്സ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഒരു വ്യക്തിനെ പരമാവധി എന്ത് ചെയ്തുകൊണ്ട് ഇങ്ങനെയും അധിക്ഷേപിച്ചു എന്നുള്ള കാരണത്താൽ നമ്മളെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നടൻ സിദ്ദീഖ് എന്ത് ചെയ്തിരിക്കുന്നു ഒരു പരാതി കൊടുത്തത്. ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷെ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പോൾ ലാലേട്ടന് ഇപ്പോൾ ആ സംഘടനയുടെ പ്രസിഡൻ്റാണ്, അമ്മ സംഘടനയുടെ പ്രസിഡൻ്റാണ്. പക്ഷെ അതിനുപരി ഒരു വ്യക്തിനെ പരമാവധി എത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റും അത്രത്തോളം തരം താഴ്ത്തി സംസാരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താൻ. കാരണം നമ്മളൊക്കെ കണ്ടതാണ് കുറേ കൊല്ലം, അതായത് കാലങ്ങളോളായി ഈ ലാലേട്ടനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമ ഇറങ്ങിയാലും അതല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും അതല്ലെങ്കിൽ വല്ല സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ എത്രത്തോളം ലാലേട്ടൻ വരുന്നു അല്ലെങ്കിൽ ലാലേട്ടനെ എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അവിടെയൊക്കെ അതിനെതിരെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഈ ചെകുത്താനും സംസാരിക്കാറ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ നടൻ സിദ്ദീഖ് അതിനെതിരെ കേസ് കൊടുത്തത്. അപ്പോൾ ഇതിപ്പോൾ
കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ ആളെ അറസ്റ്റ് ചെയ്തു, അതിനുശേഷം അയാൾ ഇപ്പോൾ ജാമ്യത്തിലാണ്, ഒക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസറുണ്ട്. അപ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ചെകുത്താൻ 8ന്റെ പണി വാങ്ങാൻ പോവുകയാണ്. അതെങ്ങനെയെന്നല്ല, അത് ഇങ്ങനെയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെൻറ്റ്, കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ ഇത് FSL കൊടുക്കണം. മറ്റു കാര്യങ്ങളൊക്കെ കോടതി കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. മാത്രമല്ല, ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആർമിയെ ശരിക്കും ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഡിസ്ക്രീസ് ചെയ്തതിൻ്റെ പേരിൽ ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന്, ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗത്തുനിന്ന് ഡൽഹിയിൽ നിന്നങ്ങാണ്ട് ഇതിനെതിരെ എന്തോ കേസ് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. കൂടാതെ മറ്റൊരു കാര്യം അറിഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇവനെതിരെ അല്ലാതെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. എന്തായാലും 4 വഴിയിലൂടെയും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ചെകുത്താന് അടപടലം മൂഞ്ചിന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോലീസ് ഓഫീസർ തന്നെ പറയണത് കേട്ടില്ലേ, പല ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അജു അലക്സിനെതിരെ, ഈ ചെകുത്താനെതിരെ ഇപ്പോൾ കേസ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പല ഭാഗത്ത് നമ്മളിപ്പോൾ സിനിമാ സംഘടനയിൽ നിന്നൊരു കേസ് പോകും, പിന്നെ അതേമാതിരി വ്യക്തിഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വേറെ കേസ് പോകും, പിന്നെ നമ്മളെ പട്ടാളക്കാരൻ ആർമിയുടെ ഭാഗത്തു നിന്നൊരു കേസ് പോകും. അങ്ങനെ പല ഭാഗത്തു നിന്നാണ് ഇപ്പോൾ എന്തെന്ന് നമ്മളെ ഈ അജു അലക്സിന് ചെകുത്താനെതിരെ ഇപ്പോൾ കേസ് വരുന്നത്. ഇപ്പോൾ അതാ പറയുന്നത്, നമ്മളെ ചെകുത്താൻ്റെ എല്ലാ സാധനം, അതായത് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഈ ചെകുത്താനിപ്പോൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് വിവാദമായി എന്ന് കണ്ടപ്പോൾ ചെകുത്താൻ എന്ത് ചെയ്തിരിക്കണം, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്തായിക്കണു, ചെകുത്താൻ്റെ സൗണ്ട് അടക്കം, വോയിസ് അടക്കം ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. അതെന്താ വെച്ചാൽ അങ്ങനെ നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും പിന്നെ ഒരുപാട് തെളിവുകളൊക്കെ വേണം എന്നുള്ള, അതായത് നമ്മൾ ചെകുത്താൻ എത്രത്തോളം മണിച്ചിത്രത്തായിട്ട് പൂട്ടാൻ പറ്റുമോ അങ്ങനെ ഒരു പൂട്ടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സൗണ്ട് അടക്കം റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ, അതൊരു ഡിജിറ്റൽ മാർഗത്തു കൂടിയൊക്കെയാണ് ഇപ്പോൾ ഒരു കേസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ ചെകുത്താൻ ചെയ്തത് ഭയങ്കര മോശം തന്നെയാണ്. കാരണം തെറ്റ് തന്നെയാണ്. ഒരു വ്യക്തിനെ, അതിപ്പോൾ നമ്മളെ ലാലേട്ടനാണോ അല്ലേ എന്നല്ല പറയുന്നത്, അതായത് ഒരു ദുരന്തം നടക്കുമ്പോൾ ദുരന്തത്തേക്ക് വന്ന പട്ടാളക്കാരെ കുറ്റം പറയണു, അതിൽ വന്ന ലാലേട്ടനെ കുറ്റം പറയണു, പിന്നെ ലാലേട്ടിട്ട് വന്ന ആ ഡ്രസ്സിനെ, പട്ടാള ഡ്രസ്സിനെ കുറ്റം പറയണു. അങ്ങനെ അതിപ്പോൾ നടന്ന സംഭവം. പക്ഷേ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ വിമർശിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന ആളാണ്. അപ്പോൾ എന്നിരുന്നാലും ഒരാളെ വിമർശിക്കണ കാര്യത്തിൽ ഇപ്പോൾ അതിനൊന്നും വലിയ യോജിപ്പൊന്നും എനിക്കില്ല. കാരണം നമുക്ക് വിമർശിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിമർശിക്കാനുള്ള അധികാരം അവകാശമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ആ വിമർശിക്കണതിനും ഒക്കെ ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാലും ഒരു അതിരുണ്ട്. ആ അതിര് വിട്ട് നമ്മൾ വിമർശിക്കാൻ പാടില്ല. ആ അതിരിനകത്ത് നിന്നിട്ട് വേണം നമ്മൾ ആരെ വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം. അതിര് വിട്ട് പോകുമ്പോഴുള്ളൂ ഇതേമാതിരി കേസും കാര്യങ്ങളും വല്ലാപ്പൊക്കെ ആകുള്ളൂ. നമുക്ക് ആരും വിമർശിക്കാം. നമ്മൾ പരമാവധി വിമർശിക്കുക. അതെങ്ങനെ, ഒരു അതിരുവരമ്പ് ഇട്ടുകൊണ്ടു, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ അകത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വിമർശിക്കുക.